വെൽക്കം ബാക്ക് ടു സിനൂസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കി നോക്കിയാലോ. കടയിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിനെ നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ബ്രെഡാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയത് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 3/4 ടീസ്പൂൺ ഈസ്റ്റും നല്ലോണം ചേർത്ത് ഇളക്കി 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ബൗളിൽ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ഇപ്പം നമ്മളിത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എന്നിവ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും ഈസ്റ്റും ചേർന്ന മിക്സും കൂടെ ഇതിലേക്ക് ചേർക്കണം. ആദ്യം നമുക്ക് ഈ മൈദയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കിയെടുക്കണം. ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കണം. അടയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടപ്പ് കൊണ്ട് വേണമെങ്കിലും അടയ്ക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്തിട്ട് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ മാവ് റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ നന്നായിട്ട് ചേർത്ത് ഇളക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടറിനെ എടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇച്ചിരി മൈദ തൂവിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ മാവിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് പൊടിയിട്ട് ചേർക്കരുത്. ചേർത്താൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടുള്ള ആവശ്യമുള്ള പൊടി മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ബട്ടറോ എണ്ണയോ തേച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഈ കുഴച്ചെടുത്ത മാവിനെ നമുക്ക് വെച്ചിട്ട് അടച്ച് ഒരു 50 മിനിറ്റ് അതിനെ പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒരു കട്ടിംഗ് ബോർഡിലോ കൗണ്ടർ ടോപ്പിലോ ഇച്ചിരി മൈദ തൂവിയിട്ട് ഇതിനെ വീണ്ടും പുറത്തെടുത്ത് അതിൻ്റെ എയറെല്ലാം തട്ടിക്കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ മാവിനെ നമുക്ക് പതിയെ വെളിയിലെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. ഇതിനെ നമ്മുടെ ബോർഡിലേക്ക് ഇട്ടിട്ട് നമുക്കതിനകത്തുള്ള എയർ തട്ടിക്കളയാം. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഈ പരത്തിയെടുത്ത ഈ സ്ക്വയറിനെ നമുക്ക് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. റോൾ ചെയ്തിട്ടാണ് നമ്മുടെ ബേക്കിംഗ് ട്രേയിലിട്ട് നമ്മൾ വയ്ക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് ട്രേ നമുക്ക് ബട്ടർ തേച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ മാവെടുത്ത് വെക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ തുണിയിട്ട് ഇത് മൂടി 50 മിനിറ്റ് ഇത് പൊങ്ങാനായിട്ട് വെക്കണം. 50 മിനിറ്റ് കഴിയുമ്പം ഇത് നന്നായിട്ട് പൊങ്ങി വരും. അത് നമ്മൾ ഒരു 30 മിനിറ്റ്സ് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ എത്ര ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ബ്രെഡ്. നമ്മളുണ്ടാക്കിയ ബ്രെഡ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ബ്രെഡ്. നമുക്കിത് ഇച്ചിരി നേരം തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം.
അപ്പം നമ്മുടെ ബ്രെഡ് നോക്കുക, നല്ല തണുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ബ്രെഡ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ് നമ്മളുടെ ബ്രെഡ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.